സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിരാലംബരായവർക്ക് ആശ്രയമാകുക എന്നതുമാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ചെയർമാൻ ഷിബു തെക്കുംപുറം കവളങ്ങാട് പഞ്ചായത്തിൽ നടത്തിയ വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിടപ്പ് രോഗികളെ പരിപാലിക്കുന്ന പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം നിരവധി പേർക്ക് പ്രയോജനം ലഭിക്കുന്നതായും ഷിബു തെക്കുംപുറം. പൂന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ എന്റെ നാട് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കൊന്നനാൽ അധ്യക്ഷത വഹിച്ചു. സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിരാലംബരായവർക്ക് ആശ്രയമാകുക എന്നതുമാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ചെയർമാൻ ഷിബു തെക്കുംപുറം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അവർക്കൊക്കെ ആശ്വാസമായി എല്ലാവർക്കും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കോതമംഗലത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഏതൊക്കെ നിലയിൽ പോകാൻ തയ്യാറാണെന്ന് നിങ്ങളെ സാക്ഷ്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ വനിതകൾക്ക് നൽകി വരുന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന് പുറമെ സ്വയം സംരംഭകരാകുവാൻ താൽപര്യമുള്ള വനിതകൾക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല നടത്തി. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ സൈജൻ ചാക്കോ, ജിൻസി മാത്യു, ഭാരവാഹികളായ ജോഷി കുര്യാക്കോസ്, ജെയ്മോൻ, അബ്ദുൽ കരീം, എന്റെ നാട് സെക്രട്ടറി PA ബാദുഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോർഡിനേറ്റർ അജി റിപ്പോർട്ട് അവതരണം നടത്തി. എന്റെ നാട് പഞ്ചായത്ത് സെക്രട്ടറി തങ്കച്ചന്നൂനൂറ്റിൽ സ്വാഗതവും വനിതാ മിത്ര പ്രസിഡന്റ് അജിത സാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.